നമുക്കറിയാം, ഭീകരവാദം ഹോൾസെയിലായി വിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത്. അവിടെ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുള്ളത്, ലഷ്കർ ഇ തൈബയും ഒക്കെ ഉള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇറാനോടൊപ്പമാണോ പാകിസ്ഥാനോടൊപ്പമാണോ അറബ് രാജ്യങ്ങൾ ഒരു നിലപാട് കാത്തു സൂക്ഷിക്കാൻ കൂടെ നിൽക്കുന്നത്? കാരണം പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്താണ് അമേരിക്ക രഹസ്യമായി അവരുടെ സൈനിക താവളം കൃത്യമായി ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത്. അത് ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയാണെങ്കിലും അത് ചൈനയെ മാത്രമല്ല, പല രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ രഹസ്യ താവളം തന്നെയാണ്. അതിന് പാകിസ്ഥാൻ്റെ എല്ലാ അകമ്പടിയുമുണ്ട്. കാരണം പാകിസ്ഥാനെ ഫിനാൻഷ്യലി, സാമ്പത്തികപരമായി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. നമുക്കറിയാം, പാകിസ്ഥാൻ്റെ ഭീകരവാദ മുഖത്തെക്കുറിച്ച് അമേരിക്ക ഒരക്ഷരവും മിണ്ടാറില്ല. സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടി കടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അമേരിക്ക എപ്പോഴും രക്ഷകരായി വരാറുണ്ട്, ചൈനയും വരാറുണ്ട്. എന്നാൽ ഇപ്പോഴിത് ചൈന കൃത്യമായി അമേരിക്കയിൽ നിന്നും വെല്ലുവിളി ഏതാനും വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപാര യുദ്ധം എന്ന രീതിയിൽ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അറബ് രാജ്യങ്ങൾ നമുക്കറിയാം, അവർക്ക് വലിയ തോതിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഖത്തറിലെ എയർബേസിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് അമേരിക്കയുടെ എയർബേസ് തകർക്കപ്പെട്ടത്. ഖത്തറിലേക്ക് നേരത്തെ ഹമാസിൻ്റെ സൈന്യത്തിൻ്റെ ഒളിത്താവളം എന്ന് കരുതി ഇസ്രയേൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിവിട്ടിരുന്നു. അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അധികമായിരുന്നു എന്ന് തന്നെയാണ് ഖത്തർ വിശദീകരിച്ചത്. അതിനോട് പരസ്യമായി ഇസ്രയേൽ മാപ്പ് പറയുന്നൊരു സാഹചര്യവും ഉണ്ടായി. ആ സമയത്ത് അറേബ്യൻ രാജ്യങ്ങളെ കൃത്യമായി വിളിച്ചുകൂട്ടി ഇറാൻ്റെ നേതൃത്വത്തിൽ, റഷ്യൻ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വലിയ തോതിലുള്ള ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച ഒരു പരിധിവരെ അമേരിക്കയെ വല്ലാതെ വിറളി പിടിപ്പിച്ച ഒരു സാഹചര്യമായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് അറിയാം, ഏഷ്യയിൽ, മധ്യേഷ്യയിൽ അറബ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ വലിയ തോതിലുള്ള സൈനിക നീക്കമൊന്നും നടത്താൻ കഴിയില്ല. അമേരിക്ക എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ തന്നെയാണ് മധ്യേഷ്യയിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. നമുക്കറിയാം, ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും റഷ്യയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അമേരിക്ക ഒരേ നിലപാട് തന്നെയാണ്. അതായത് ഇരു രാജ്യങ്ങളെയും തകർക്കുക, സാമ്പത്തികപരമായി തകർക്കുക, അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് എടുക്കുന്ന തീരുമാനം എന്നിരിക്കെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അറബ് രാജ്യങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും അമേരിക്കയോട് ഇനിയുള്ള കാലങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾ ഇപ്പോഴെടുക്കുന്ന തീരുമാനം ഒട്ടും സുഖകരമല്ല. അറബ് രാജ്യങ്ങൾ ഇറാനോട് പൂർണ്ണമായ ആധിപത്യം പുലർത്തുന്നില്ലെങ്കിലും പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിപ്പോൾ നടത്തുന്ന തീരുമാനങ്ങൾ അത് റഷ്യ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ ഇറാനേക്കാൾ ഒരുപക്ഷെ ഒരുപടി മുന്നിലാണ് റഷ്യയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നത്. റഷ്യയുടെ തീരുമാനങ്ങളെ എല്ലാ രീതിയിലും ബഹുമാനിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്നത്.